ബിഗ് ബോസ് മലയാളം സീസൺ 8 വരുന്ന മാർച്ച് മാസത്തിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല കൃത്യമായിട്ട്. മാർച്ചിൽ തന്നെ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. സീസൺ 6 നടന്ന അതേ ഒരു പീരീഡിലായിരിക്കാം സീസൺ 8 നടക്കുക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ സീസൺ 8 വരാൻ താല്പര്യമുള്ള മത്സരാർത്ഥികൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഡ്രീം കണ്ടസ്റ്റൻസ് ആരെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നടന്ന ഒരു ഡിസ്കഷനകത്ത് കുറേയേറെ പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞ കുറച്ച് പേരുകളുണ്ട്. സോ അതിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ചില പേരുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണിത്. അതിൽ ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ ആക്ടറായിട്ടുള്ള രാജീവ് പരമേശ്വർ. ഇദ്ദേഹത്തിന്റെ പേര് പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും പലപ്പോഴായിട്ട് പല സീസണുകളിലുമൊക്കെ വന്നിട്ടുണ്ട്. സാധ്യതയുണ്ട്, ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം വേറെ ഷോകളിൽ കമ്മിറ്റഡ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു പ്രേക്ഷകന്റെ ആഗ്രഹം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ പേരുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. മലയാളികൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ നിന്ന് ട്രാൻസ് കാറ്റഗറിയിൽ വരാൻ ചാൻസ് ഉള്ള ഒരാള് നമ്മുടെ ജാസിയുടെ വിവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ജാസിയുടെ കേസിൽ. ജാസി ബിഗ് ബോസിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജാസിയുടെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ. എന്തായാലും ഒരു ബി മെറ്റീരിയൽ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് എല്ലാ സീസണുകളിലും ഒക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണല്ലോ നമ്മുടെ നാഗസൈരന്ദ്രിയുടെ പേര്. നാഗസൈരന്ദ്രിയുടെ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഒരു ചണ്ടാള ബാബയുണ്ടല്ലോ, മൂപ്പരും വന്നാലും കൊള്ളായിരിക്കും, നല്ല രസം ഉണ്ടാവും. ഇവരാരെങ്കിലും ഒക്കെ വന്നോട്ടെ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും മാറ്റി പിടിക്കുന്നത് നല്ലതാ. ഇവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ചണ്ടാള ബാബയെന്നും നാഗസൈരന്ദ്രി എന്നൊക്കെ. ഈ പേരുകൾ ഒരുപാട് പേരുടെ ഡ്രീം പേരുകളായിട്ടൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ അലിൻ ജോസ് പെരേര വരണമെന്ന് വരെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അനീഷ് രവി ഒരു നല്ല ഓപ്ഷനാണ്. ആർട്ടിസ്റ്റുകൾക്കിടയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ അനീഷ് രവി. പിന്നെ ഈ പുള്ളിയെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ, നമ്മുടെ ചെകുത്താൻ. മൂപ്പര് വരുമെന്നൊന്നും അറിയില്ല, പക്ഷെ ചെകുത്താനും വന്നാൽ കൊള്ളാമായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ട്. പിന്നെ കുറെ ആളുകൾ നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ പേര് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രാഹുൽ ഈശ്വർ നമുക്കറിയാലോ, മലയാളി ഹൗസിൽ പുള്ളി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്കറിയില്ല ബിഗ് ബോസിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുമെന്നുള്ളത്. പക്ഷെ രാഹുൽ ഈശ്വർ ഒരു ബി മെറ്റീരിയൽ ആണ്. അത് മലയാളി ഹൗസിൽ തന്നെ പുള്ളി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് നോക്കാം. മലയാളി ഹൗസിൽ പോയതാണ് അദ്ദേഹത്തിന് ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഗംഭീരമായിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരാർത്ഥിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹം മലയാളി ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് കൊണ്ടുവരുമോ എന്ന് അറിയില്ല, പക്ഷേ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഈ സന്തോഷ് പണ്ഡിറ്റും രാഹുൽ ഈശ്വറും ഒക്കെ നല്ല ബി മെറ്റീരിയൽ ആണ്. രാഹുൽ ഈശ്വരൊക്കെ ആണെങ്കിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതി എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആളൊക്കെയാണ്. അപ്പോൾ ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു ഉണ്ടല്ലോ, ഈ അടുത്തിടെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായത്, റോഡിൽ കടന്ന പ്രശ്നങ്ങളൊക്കെ ആയ പുള്ളി ഉണ്ടല്ലോ, ആക്ടറാണ്. സോ ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട് സിദ്ധാർത്ഥ് ബിഗ് ബോസിൽ വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേരും കൂടെ കിടക്കട്ടെ. പിന്നെ നമ്മുടെ മെഹറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന കക്ഷി ഉണ്ടല്ലോ, മെഹറിന്റെ പേര് പറയുന്നുണ്ട്. ചിലരെങ്കിലും തൊപ്പിയെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തൊപ്പിയുടെ കേസിൽ ബിഗ് ബോസിന് നമുക്കറിയാലോ, ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസിന് അത്യാവശ്യം നല്ല പേയ്മെന്റ്സ് ഒക്കെ കൊടുത്താണ് കൊണ്ടുവരുന്നത്. ഈ ഗെയിമേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെന്റ് അവർ ഗെയിമിംഗ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരാണ്. സോ തൊപ്പിക്കൊന്നും ഫെയിമിന്റെ ഒരു ആവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആവശ്യം പോലെ ഫെയിം ഉണ്ട്, നല്ല പേയ്മെന്റ് കിട്ടുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർ അത് വേണ്ടെന്ന് വെച്ചിട്ട് ബിഗ് ബോസിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ഇനി ബിഗ് ബോസിന് അത്രയും ആവശ്യമെന്ന് തോന്നിയാൽ അവർ ചിലപ്പോൾ ഭയങ്കര ഡിമാൻഡുകളാണെങ്കിൽ പോലും അംഗീകരിച്ചുകൊണ്ട് കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും തൊപ്പി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഗെയിമിംഗ് മേഖലയിലൂടെ വന്ന് വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. എന്തായാലും തൊപ്പിയൊക്കെ വരാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ബിഗ് ബോസ് ആയതുകൊണ്ട്. തൊപ്പിയുടെയും പേര് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് റിവ്യൂവർ ഈ സീസണിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. ഒരു അറിയപ്പെടുന്ന ഒരു ബി റിവ്യൂവർ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള പേരുകൾ കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ പേരുകളുമായിട്ട് വരാം.